ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒന്നായിരുന്നു ഈ ഒരു സ്പെഷ്യൽ ലുക്ക് ടീസർ അല്ലെങ്കിൽ ഒരു ടി വി സ്പോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്ലോട്ടിൽ ഇമ്പോർട്ടന്റ് ആയ ചെറിയ കാര്യം നമുക്ക് ഈ ഒരു ടി വി സ്പോട്ടിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിൽ കണ്ട ചില ഈസ്റ്റർ എഗ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് വീഡിയോട്ട് കിടക്കാം. അതിനുമ്പോൾ നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചിലപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. If we do this, we'd be going in short-handed. Yeah, you mean because he killed all our friends? We owe this to everyone who's not in this room to try. It's not about how much we lost. It's about how much we have left. We're the Avengers. We gotta finish this. You trust me? I do. ട്രെയിലർ ആരംഭിക്കുന്നത് തന്നെ അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ സീനുമായാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ബ്രൂസ് ബാനറിനെയാണ്. ബ്രൂസ് ബാനർ ഈ സീനിൽ പറയുന്നത് നമ്മൾക്കിപ്പോൾ ഇത് ചെയ്യാൻ കഴിയുകയില്ല, കാരണം നമ്മുടെ പക്കൽ ആളുകൾ വളരെ കുറവാണ്. എന്നാൽ തൊട്ടടുത്ത സീനിൽ നമ്മൾ കേൾക്കുന്നത് റോഡിയാണ്. ബ്രൂസ് ബാനർ നേരത്തെ പറഞ്ഞതിന് മറുപടി എന്നോണമാണ് റോഡി ഡയലോഗുകൾ പറയുന്നത്. റോഡി പറയുന്നത് ഇപ്രകാരമാണ്: അതെന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ കൂടെയുള്ളവരെല്ലാം മരിച്ചു പോയോ എന്ന് ബ്രൂസ് ബാനർ ചോദിക്കുന്നതിന് മറുപടി എന്നോണമാണ് റോഡി അഥവാ വാർമിഷൻ ഇപ്രകാരം പറയുന്നത്. കൂടാതെ തൊട്ടടുത്തായി ബ്ലാക്ക് ബേർഡ് പറയുന്നു, കാരണം ഡസ്റ്റായി പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കടമ നമുക്കുണ്ടെന്ന്. ഇത്രയുമാണ് ഈ ഒരു സ്പെഷ്യൽ ലുക്ക് ടീസറിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ എൻ ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്. കാരണം ഡിസ്നി തന്റെ ഷെയർ ഹോൾഡേഴ്സിന് കുറെ ക്ലിപ്പുകൾ കാണിച്ചു കൊടുത്തിരുന്നു. അതിലുള്ളത് തന്നെയാണ് ഇവ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിനായി ഡിസ്നി കാണിച്ചു കൊടുത്ത ക്ലിപ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഡിസ്നി തന്റെ ഷെയർ ഹോൾഡേഴ്സിനായി കാണിച്ചു കൊടുത്ത ക്ലിപ്സിന്റെ തുടക്കത്തിൽ നമുക്ക് നോക്കണമെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ്. ബ്ലാക്ക് വിഡോ മനസ്സിലാക്കുന്നു താനോസ് തന്റെ പുതിയ പ്ലാനറ്റിൽ ചെന്നതിന് ശേഷം ഒന്നും കൂടെ ഒരു ഇൻഫിനിറ്റി ഗോളറ്റ് ഉപയോഗിച്ചു എന്ന്. കാരണം ഭൂമിയിൽ വെച്ചുകൊണ്ട് എനർജി എമിഷൻ അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതേപോലെ ഒരു എനർജി എമിഷൻ അവർക്ക് മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ സാധിക്കും താനോസ് ഒന്നുകൂടെ ഒരു ഇൻഫിനിറ്റി ഗോളറ്റ് ഉപയോഗിച്ചു എന്ന്. എന്നാൽ ക്യാപ്റ്റൻ മാർവൽ ഇത് കേട്ടയുടനെ പറയുന്നു, എന്നാൽ നമുക്ക് ഇൻഫിനിറ്റി ഗോളറ്റ് ഉപയോഗിച്ച് തന്നെ ഈ ഒരു സ്നാപ്പിനെ റിവേഴ്സ് ചെയ്യാമെന്ന്. കൂടാതെ ക്യാപ്റ്റൻ അമേരിക്കയും ഇത് കേട്ടയുടനെ അതിനെ ഏറ്റുപിടിക്കുന്നു. എന്നാൽ ഇത് കേട്ടയുടനെ ബ്രൂസ് ബാനർ പറയുന്നു, പ്രാവശ്യം നമ്മൾ താനോസിനെതിരെ പോയാൽ നമ്മൾ ജയിക്കുമെന്നതിന് എന്താണ് ഉറപ്പെന്ന്. ഇത് കേട്ടയുടനെ ക്യാപ്റ്റൻ മാർവൽ പറയുന്നു, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അത് തന്നെയാണ് ഏറ്റവും വലിയ ഉറപ്പെന്നും. കൂടാതെ ഇത് കേട്ടയുടനെ വാർമിഷൻ കുറച്ച് ദേഷ്യത്തോടെ ക്യാപ്റ്റൻ മാർവലിനോടായി ചോദിക്കുന്നു, ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന്. എന്നാൽ ഇതിന് മറുപടി എന്നോണം ക്യാപ്റ്റൻ മാർവൽ പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയെ മാത്രം രക്ഷിച്ചാൽ മതി, എന്നാൽ ഇതേപോലുള്ള ബാക്കി പ്ലാനറ്റ്സും ഉണ്ട്, അവിടെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന തോർ ആ ഒരു സമയം ക്യാപ്റ്റൻ മാർവൽ അടുത്ത് വരികയും തോർ കൈ നീട്ടുമ്പോൾ തോറിന്റെ കയ്യിലേക്ക് സ്റ്റോം ബ്രേക്കർ എത്തുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമുക്ക് എൻ ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും. കൂടാതെ അടുത്തതായി നമ്മൾ കാണുന്നത് ബ്ലാക്ക് വിഡോയാണ്, അതായത് നതാഷ റോമനോഫിനെ. ഈ ഒരു സീൻ നമ്മൾ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് വിഡോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായാണ്. കൂടാതെ അവിടെ മഴയും പെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സീനിൽ ബ്ലാക്ക് വിഡോയുടെ മുടിയുടെ നിറം ചുവപ്പാണ്. അവിടെ തന്നെ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലാക്ക് വിഡോ ഇപ്പോൾ ജപ്പാനിലാണ്. ഹോക്കയെ തേടി വന്നതാണ് ഇവിടെ. കാരണം ഫസ്റ്റ് ട്രെയിലറിൽ നമ്മൾ നതാഷ റോമനോഫിനെ കഴിഞ്ഞപ്പോഴും ഇതേ മുടിയായിരുന്നു. കൂടാതെ അവിടെ നല്ല മഴയും ഉണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു സ്പെഷ്യൽ ലുക്ക് ടീസറിന്റെ ഈ ഒരു സീൻ കാണിക്കുമ്പോൾ നതാഷ റോമന്റെ ഭാഗത്തായി കുറച്ച് ചെടികൾ കാണാൻ സാധിക്കും. കൂടാതെ ഇതൊക്കെ കൂടുതലും കാണുന്നതും ജപ്പാനിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഏകദേശം ജപ്പാനിൽ തന്നെയാണ്. ഹോക്കയെ തേടി തന്നെ വന്നതാണ് നതാഷ റോമനോഫ് ഇവിടെ. കൂടാതെ അടുത്തതായി നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയും കാണുന്നു. ക്യാപ്റ്റൻ തന്നെ സീക്രട്ട് അവഞ്ചേഴ്സ് എന്ന ലുക്കിൽ നിന്ന് മാറി പഴയ ക്യാപ്റ്റൻ അമേരിക്ക ആവുന്ന സീൻ തന്നെയാണ് ഇവിടെ. കാരണം താടി പഠിക്കുന്ന സീൻ തന്നെയായിരിക്കും ഇത്. കാരണം ഈ ഒരു വാഷ്റൂമിൽ ക്യാപ്റ്റന്റെ സൈഡിൽ നമുക്കൊരു ട്രിമ്മറും കാണാൻ സാധിക്കുന്നു. അടുത്തത് കാണിക്കുന്നത് മാർവൽ സ്റ്റുഡിയോസിന്റെ ലോഗോയാണ്. കൂടാതെ തൊട്ടടുത്ത് നമുക്ക് ആ ഒരു ക്വിൻജെറ്റും കാണാൻ സാധിക്കും. ഇതേ നീര് വിളിച്ചതോടുകൂടി ആ ഒരു ക്വിൻജെറ്റ് പോകുന്നത് ഹോക്കയെ തേടിയാണ്. ജപ്പാനിലെ ടോക്കിയോയിലോട്ടാണ് അവർ പോകുന്നത്. കൂടാതെ തൊട്ടടുത്ത സീൻ നമ്മൾ കാണുന്നത് നെബ്യൂലയെ റോക്കറ്റിനെയുമാണ്. കൂടാതെ അത് കഴിഞ്ഞ് നമ്മൾ ടോണിയെയും പെപ്പറിനെയും കാണുന്നു. ഈ ഒരു രണ്ട് സീനിന്റെ ബാക്ക്ഗ്രൗണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിന്റെ ഏകദേശം കണ്ടീഷനും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ടോണി സ്പേസിൽ നിന്ന് വരുന്ന സീൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ റോക്കറ്റ് ഇപ്പോൾ അറിഞ്ഞു കാണും തന്റെ ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ച വിവരം. കൂടാതെ നമുക്കവിടെ പെപ്പറിനെയും കാണാൻ സാധിക്കും. ആദ്യമായി ഇറങ്ങിയ ടി വി സ്പോട്ടിൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഭാഗത്തായി ബാക്കിയുള്ള അവഞ്ചേഴ്സ് ആകാശത്തേക്ക് നോക്കുന്ന സീൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു ആ ഒരു സീനിൽ സിജിയുടെ സഹായത്താൽ ആരോ എറേസ് ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏകദേശം പറയാൻ സാധിക്കും ആ ഒരു സീനിൽ അവർ കട്ട് ചെയ്ത് മാറ്റിയത് പെപ്പറിനെ തന്നെയാണ്. അല്ലാതെ പക്ഷം ആ ഒരു സീനിൽ ഒരു സിജിയുടെ എഡിറ്റിംഗ് നടന്നിട്ടില്ല. കാരണം മറ്റാരുടെയും ആവശ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയില്ല. അവിടെ തന്നെ മുൻപ് നിലനിരുന്ന റെസ്ക്യൂ സ്യൂട്ടിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഒന്നില്ലെങ്കിൽ ടോണി തനിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെ സഹായത്തോടെ. തീർച്ചയായും അത് പെപ്പർ പോട്ട്സ് ആയിരിക്കില്ല. കാരണം ഐവോണിന്റെ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ടോണി ആരുടെയോ സഹായത്തോടെയാണ് സ്പേസിൽ നിന്ന് വരുന്നതെന്ന്. കൂടാതെ ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാവാനും സാധിക്കും സ്പേസിൽ നിന്ന് വന്ന ടോണി പെപ്പറിനെ ആദ്യമായി കാണുന്നതും ഈ ഒരു സീനിലാണ്.
കൂടാതെ അടുത്തതായി അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സും കാണിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ മാർക്ക് 85ന്റെ ഫസ്റ്റ് ലുക്കും കാണുന്നു. അതേ ന്യൂയോർക്ക് സിറ്റിയുടെ മുകളിലായാണ് ടോണി സ്റ്റാർക്ക് ഇപ്പോൾ പറക്കുന്നതും. എന്നാൽ ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടും കൂടാതെ കളർ ടൂണും കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഇത് അവഞ്ചേഴ്സ് 1ലെ സീനാണ്. അതായത് അവഞ്ചേഴ്സ് 1ൽ ലോക്കിക്കും ചിറ്റൂരി ആർമിക്കുമെതിരെ അവഞ്ചേഴ്സ് ഫൈറ്റ് നടത്തിയിരുന്നു. ആ ഒരു സീനാണ് ഇവിടെ കാണുന്നതും. കാരണം ഈ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൂടാതെ കളർ ടൂണിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. അവിടെ തന്നെ ടൈം ട്രാവൽ നടന്നതിന് ശേഷമുള്ള സീനാണോ എന്ന് നമുക്ക് തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ആ ഒരു സീനിൽ സൈഡിലായി ഒരു ബിൽഡിംഗ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. കൂടാതെ തൊട്ടടുത്ത സീനിൽ നമ്മൾ ഹോക്കയെ കാണുന്നു. ഹോക്കയുടെ കയ്യിലായി കുറെ ടാറ്റു നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഹോക്കൈ യക്യൂസ ഗാങ്ങിനെതിരെയല്ല, ആ ഒരു യക്യൂസ ഗാങ്ങിലെ മെമ്പർ തന്നെയാണ് ഹോക്കൈ. കാരണം ഈ ഒരു യക്യൂസ ഗാങ്ങിലെ മെമ്പേഴ്സ് ആണ് കയ്യിൽ ഇതേപോലുള്ള സ്ക്രൾസിന്റെ ടാറ്റൂസ് ചെയ്യുന്നതും. കൂടാതെ തൊട്ടടുത്ത സീനിനെ നമ്മൾ ഒഫീഷ്യൽ ട്രെയിലറിന്റെ അവസാനത്തെ കണ്ട അതേ സീനും കാണുന്നു. കൂടാതെ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന അവഞ്ചേഴ്സിനെ എല്ലാമാണ്. അവർ എന്തിലേക്കോ നോക്കി നിൽക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഒരു സീനിൽ നമ്മൾ ബ്രൂസ് ബാനറിനെയും തോറിനെയും കൂടാതെ ക്യാപ്റ്റൻ മാർവലിനെയും കാണാൻ സാധിക്കുകയില്ല. കൂടാതെ ഈ ഒരു സീനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലാക്ക് വിഡോ തന്റെ തോളും തടവി വരുന്നതായി. അതായത് ഒരു ഫൈറ്റ് കഴിഞ്ഞ ലക്ഷണമാണ് നമുക്ക് ബ്ലാക്ക് വിഡോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഹോക്കൈ ഈ ഒരു സീനിൽ നോക്കുന്നതും ബ്ലാക്ക് വിഡോയാണ്. ഈ ഒരു സീനിൽ കൂടുതലായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രൂസ് ബാനർ ഹൾക്കായി മാറുന്ന ഒരു സീൻ തന്നെയായിരിക്കും ഇത്. നോർമൽ ഹൾക്ക് ആയിരിക്കില്ല, സ്മാർട്ട് ഹൾക്കായി മാറുന്ന സീൻ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു സീനിൽ കാണുന്നതും. പക്ഷെ എന്താണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ ഒരു അവഞ്ചേഴ്സിനോടൊപ്പം ഏതെങ്കിലും ഒരു പുതിയ ക്യാരക്ടർ വന്നതുമായിരിക്കാം. ആ ഒരു ക്യാരക്ടറുമായിട്ടായിരിക്കാം ബ്ലാക്ക് വിഡോയുടെ ഫൈറ്റ് കഴിഞ്ഞതും. കാരണം ബ്ലാക്ക് വിഡോ എന്ന് പറയുന്നത് ഒരു ട്രെയിൻഡ് ഏജന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാർഷൽ ആർട്സും തീർച്ചയായും ബ്ലാക്ക് വിഡോയ്ക്ക് അറിയാമായിരിക്കും. അവിടെ തന്നെ ആ ഒരു സൂപ്പർ ഹീറോയെ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇത്. എന്നിരുന്നാലും പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനെയുമാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സീനാണ് നമ്മൾ കാണുന്നതും. എന്നാൽ ഈ ഒരു സീൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സീൻ ഫ്ലാഷ് ബാക്കിലെ സീനാണ്. കാരണം ഈ ഒരു സീൻ സിജിയുടെ സഹായത്താൽ ക്യാപ്റ്റൻ അമേരിക്ക എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സീനിൽ ക്യാപ്റ്റൻ അമേരിക്ക കിട്ടുന്നത് ഇൻഫിനിറ്റി വാറിലെ അതേ സ്കെയിൽഡ് സ്യൂട്ട് തന്നെയാണ്. കൂടാതെ ഇൻഫിനിറ്റി വാറിന്റെ അവസാനത്തെ കുറെ ഫൈറ്റ് നടന്നിരുന്നു. ആ ഒരു ഫൈറ്റ് കാരണത്താൽ ആ ഒരു സ്യൂട്ടിന് കുറെ കേടുപാടും സംഭവിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ ഈ ഒരു സീനിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കഴുത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തോ ഒരു തരം എഡിറ്റിംഗ് മിസ്റ്റേക്കും നമുക്ക് ഈ ഒരു സീനിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കഴുത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ കുറച്ചുനാൾ മുമ്പ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഒരു സെറ്റ് പിക് ലീക്ക് ആയിരുന്നു. ആ ഒരു സെറ്റ് ഫോട്ടോയിൽ ടോണി ധരിച്ചിരുന്ന ഏകദേശം അതേ ഡ്രസ് തന്നെയാണ് ഈ ഒരു സീനിലും ടോണി ധരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു സെറ്റ് ഫോട്ടോയിൽ ക്യാപ്റ്റൻ അമേരിക്ക ധരിച്ചിരുന്നത് പഴയ അവഞ്ചേഴ്സ് 1ലെ സ്യൂട്ടായിരുന്നു. കൂടാതെ ആ ഒരു സെറ്റ് ഫോട്ടോയുടെ സൈഡിലെ നമുക്കൊരു പച്ച കവറും കാണാൻ സാധിച്ചിരുന്നു. എന്തോ ഒരു തരം ഡസ്റ്റ്ബിനിന്റെ മുകളിൽ വെച്ചിരിക്കുന്നതായാണ് ആ ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ അതേ ഒരു പച്ച കവർ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ക്യാപ്റ്റൻ അമേരിക്കയുടെ സൈഡിലെ ഒരു വലിയ ഡസ്റ്റ്ബിനിന്റെ മുകളിലെ ഒരു പച്ച കവർ വെച്ചിരിക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ആ സെറ്റ് പിക്കിൽ കണ്ട അതേ സീൻ തന്നെയാണിത്. എന്നാൽ സിജിയുടെ സഹായത്താൽ നമുക്ക് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവർ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു വലിയ സ്പോയിലർ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇത്. അവിടെ തന്നെ ഇത് അവഞ്ചേഴ്സ് 1ന്റെ ഏകദേശം സീൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ഉറപ്പിക്കാനും സാധിക്കുകയില്ല. അവിടെ തന്നെയായിരിക്കും ടോണി ഇവിടെ ക്യാപ്റ്റനോട് ചോദിക്കുന്നതും നീ എന്നെ വിശ്വസിക്കുമോ എന്നും. ടോണി ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിൽ തീർച്ചയായും ടോണി പറയുന്നത് ക്യാപ്റ്റൻ വിശ്വസിക്കണമെന്നില്ല. അവിടെ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാനും സാധിക്കും. ഈ ഒരു ടി വി സ്പോർട്ടിന്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടത് ഇവരുടെ ഒരു റീയൂണിയൻ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഒരു പ്ലാൻ തന്നെയാണ്. സോ നമുക്ക് ഈ ബാക്കിയുള്ള ട്രെയിലേഴ്സ് കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. You could not live with your own failure. Where did that bring you? Back to me. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ബാറ്റർ ഷിപ്പ് ഏതൊരു പ്ലാനറ്റിൽ നിന്ന് വരുന്നതായാണ്. എന്നാൽ ആ ഒരു പ്ലാനറ്റ് ഏതാണെന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കുകയില്ല. കൂടാതെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ബാറ്റർ ഷിപ്പിൽ അവഞ്ചേഴ്സിലെ പ്രധാനപ്പെട്ടവരെല്ലാം ഇരിക്കുന്നതാണ്. ഈ ഒരു സീനിൽ അവർ പോകുന്നത് താനോസിന്റെ പുതിയ പ്ലാനറ്റായ ടൈറ്റൻ 2ലേക്കാണ്. എന്നാൽ ആ ഒരു പ്ലാനറ്റായ ടൈറ്റൻ 2ന് ഇപ്പോൾ ഒഫീഷ്യലായി MCU പേര് നൽകിയിരിക്കുന്നു. ഗാർഡൻ പ്ലാനറ്റ് എന്നാണ് ഇപ്പോൾ അതിന് പേര് നൽകിയിരിക്കുന്നത്. നെബ്യുലയാണ് ഈ ഒരു പ്ലാനറ്റിനെ പറ്റി അവഞ്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതും. ഇതേ ഡിസ്നി ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്നാണ് ഈ ഒരു ലീക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ലീക്കിൽ അവർ പറയുന്നത് താനോസ് നെബ്യുലയോട് ഈ ഒരു പ്ലാനറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞിരിക്കുന്നു. തന്റെ ജോലി പൂർത്തിയായ ശേഷം ഇവിടെ പോയി വിശ്രമിക്കാനാണ് താനോസിന്റെ ആഗ്രഹമെന്നും നെബ്യുല ഈ അവഞ്ചേഴ്സിനോടായി പറയുന്നു. അവിടെ തന്നെ ഇവർ ഇതേ ഗാർഡൻ പ്ലാനറ്റിലേക്കാണ് പോകുന്നതും. കൂടാതെ തൊട്ടടുത്ത സീനിൽ നമ്മൾ ടോണി സ്റ്റാർക്കിനെ കാണിക്കുന്നു. പീറ്ററിന്റെ ആ ഒരു ഫോട്ടോയുമായി നിൽക്കുന്ന ടോണിയാണ് നമ്മൾ കാണുന്നതും. കൂടാതെ പീറ്ററിന്റെ കയ്യിലുള്ള ആ ഫോട്ടോ തലകീഴായാണ് വെച്ചിരിക്കുന്നതും. എന്നാൽ സ്പൈഡർമാനായി അഭിനയിക്കുന്ന ടോം ഹോളണ്ട് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഇതേപോലെ തലകീഴായി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് താനോസിന്റെ ആ ഒരു ഷിപ്പായ സെഞ്ചുറി 2 ആണ്. കൂടാതെ തൊട്ടടുത്തേ നമുക്ക് ആ ഒരു ക്യൂ ഷിപ്പും കാണാൻ സാധിക്കും. അതായത് ഇൻഫിനിറ്റി വാറിൽ നമ്മൾ ഒരുപാടായി കണ്ട ആ ഒരു ക്യൂ ഷിപ്പ് ഏകദേശം സക്കാർ പ്ലാനറ്റിന്റെ അടുത്ത് നിൽക്കുന്നതായാണ് ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നതും.
കൂടാതെ തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നെബ്യൂലയും വാർമിഷിനെയുമാണ്. നമ്മൾ മുൻപ് വെനറ്ററിൽ അവഞ്ചേഴ്സ് എല്ലാവരെയും കണ്ടിരുന്നു. ആ ഒരു വെനറ്റർ ഷിപ്പിൽ അപ്പോൾ നെബ്യൂലയും ഉണ്ട്. കൂടാതെ വാർമിഷിനെ നമുക്ക് കാണാൻ സാധിക്കും. വാർമിഷൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ അതേ ഡ്രസ് തന്നെയാണ്. കാരണം വാർമിഷിന്റെ ആ ഒരു സ്യൂട്ടിന്റെ കൈയുടെ ഭാഗത്തായി നമുക്ക് 004 എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സ്യൂട്ട് തന്നെയാണ് വാർമിഷൻ ഇൻഫിനിറ്റി വാറിലും ധരിച്ചിരുന്നത്. കൂടാതെ ആ ഒരു സീനിൽ നിന്ന് ബ്ലാക്ക് വിഡോയുടെ മുടിയുടെ നിറം നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും ഇൻഫിനിറ്റി വാറിന് ശേഷമുള്ള സീൻ തന്നെയാണ് ഇത്. അതായത് താനോസ് സ്നാപ്പ് ചെയ്തതിനു ശേഷമുള്ള തൊട്ടടുത്ത സീനുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നതും. കൂടാതെ ഈ ഒരു സീനിൽ അവർ നോക്കുന്നതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും ആ ഒരു വെനറ്റർ ഷിപ്പ് ഇപ്പോൾ താനോസിന്റെ ആ ഒരു പുതിയ പ്ലാനറ്റിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അതായത് ആ ഒരു ഗാർഡൻ പ്ലാനറ്റിന്റെ അടുത്തെത്തിയിരിക്കുന്നു. കൂടാതെ തൊട്ടടുത്ത സീനിൽ നമുക്ക് തോന്നുന്ന റോക്കറ്റിനെ കാണാൻ സാധിക്കും. അവർ എന്തോ കണ്ട് ഭയന്ന് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് കാണാൻ സാധിക്കുന്നതും. അടുത്തതായി നമുക്ക് ക്യാപ്റ്റനെയും കൂടാതെ അത് കഴിഞ്ഞ് നമുക്ക് താനോസിനെയും കാണാൻ സാധിക്കും. താനോസ് തന്നെ സ്പേസ് സ്റ്റോൺ ഉപയോഗിച്ചല്ല, മറിച്ച് ആ ഒരു ക്യൂ ഷിപ്പിന്റെ സഹായത്തോടെയാണ് താനോസ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതും. അവിടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും താനോസിന്റെ കൈവശം ഇപ്പോൾ സ്പേസ് സ്റ്റോൺ ഇല്ല. കൂടാതെ അവർ പടച്ചട്ടയും മറ്റും ധരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 2ൽ കൂടുതൽ സ്റ്റോണായി കഴിഞ്ഞാൽ താനോസ് തന്റെ പടച്ചട്ടയും മറ്റും ഊരി വെക്കും. അവിടെ തന്നെ പറയാൻ സാധിക്കും താനോസിന്റെ കൈവശം ഇപ്പോൾ 2 ഇൻഫിനിറ്റി സ്റ്റോൺസ് ഇല്ല. കൂടാതെ താനോസ് ഇപ്പോൾ വന്നിരിക്കുന്നത് സക്കാലാണ്. എന്നാൽ അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലാണെന്നും കൂടുതൽ പേരും പറയുന്നു. കാരണം കുറച്ചുനാൾ മുമ്പ് ഇറങ്ങിയ ഒരു ടോയ് ലീക്കിൽ നിന്ന് താനോസ് ഇതേ പടച്ചട്ടയും മറ്റും ധരിച്ച് അവഞ്ചേഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ എത്തുന്നതായി ഒരു ലീക്ക് ഉണ്ടായിരുന്നു. കൂടാതെ അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് താർക്കുന്നതായും ഒരു ടോയ് ലീക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇത് അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിൽ അവഞ്ചേഴ്സ് തന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് താനോസ് ഇത്രമാത്രം താർക്കുന്നത് തീർച്ചയായും നോക്കി നിൽക്കില്ല. ആക്രമണം തുടങ്ങുമ്പോഴേ തീർച്ചയായും അവഞ്ചേഴ്സ് എന്തെങ്കിലും ചെയ്തിരിക്കും. അവിടെ തന്നെ ഇത് പൂർണ്ണമായിട്ടും അവഞ്ചേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. കൂടാതെ ഇതേ ടോയ് ലീക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും സാധിക്കില്ല. കൂടാതെ ഇൻഫിനിറ്റി വാറിന്റെ സമയത്തും ഇതേപോലെ ഒരു ടോയ് ലീക്ക് ഇറങ്ങിയിരുന്നു. ആ ഒരു ടോയ് ലീക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൾക്ക് അയൺമാന്റെ ഹൾക്ക് ബസ്റ്റർ ആർമറിനുള്ളിൽ ഇരിക്കുന്നതായാണ്. കൂടാതെ മറ്റൊന്നിൽ കാണുന്നത് ഇതേ ഹൾക്ക് ബസ്റ്റർ ആർമർ ഹൾക്ക് താർക്കുന്നതായുമാണ്. ഇത് മാത്രമല്ല നമുക്ക് ഹൾക്കിനെ തന്നെ ഇൻഫിനിറ്റി വാറിൽ കാണാൻ സാധിച്ചിരുന്നില്ല. അവിടെ തന്നെ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും സാധിക്കുന്നില്ല. ഈ ഒരു ടീസറിന്റെ അവസാനത്തെ നമ്മൾ കാണുന്നത് അവഞ്ചേഴ്സ് ടീമിലെ പ്രധാനപ്പെട്ട 3 പേരും നടന്നു പോകുന്നതായാണ്. താനോസിനെ നേർക്കാണ് അവർ നടന്നു പോകുന്നതും. കൂടാതെ താനോസ് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ താനോസ് അവിടെ ഡിഫീറ്റ് ആയി ഇരിക്കുകയാണോ അതോ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും എൻ ഗെയിമിൽ ഇവർ തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് തന്നെ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഈ ഒരു എൻ ഗെയിമിന്റെ പ്ലോട്ടിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്കാവുന്ന ചെറിയൊരു കാര്യമാണ് നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ഉപയോഗിച്ച് തീർച്ചയായും അവർ എൻ ഗെയിമിൽ ആ ഒരു താനോസിനെ സ്നാപ്പ് എങ്ങനെ അവർ റിവേഴ്സ് ചെയ്യുന്ന അറിയാൻ തീർച്ചയായും നമുക്ക് എൻ ഗെയിം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും ബ്ലോഗ്സും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.